ഞാൻ പറഞ്ഞ ചോദ്യമല്ല. ഇവിടെ എവിടെയാണ് അല്ല, അദ്ദേഹം പറയേണ്ട ആവശ്യമില്ലെന്ന്. ഇറലവന്റ് ആയിട്ടുള്ള ചോദ്യമാണ് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കുന്നത്. ഒരു കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് നടത്തിയത് സുരേഷ് ഗോപി അല്ല, ഞങ്ങളാണ്. തെരഞ്ഞെടുപ്പ് പറയട്ടെ ആര് ആണ് ഇവിടെ താമസം? അതൊക്കെ CPM പറയിപ്പിക്കുന്നതാണെന്ന് സഹോദര. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. ഇന്ന് കോൺഗ്രസിന്റെ അല്ല, ഒരു നരേന്ദ്രമോദിയുടെ ബൂത്തിൽ ഒരു സന്യാസി മഠത്തിലെ 50 പേർ ഒരേ അഡ്രസ്സിൽ കൊടുത്തിരിക്കുന്നു. ഒരു വലിയ നേതാവ്, ഇവിടുത്തെ തൃശ്ശൂരിൽ വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരു നേതാവ്, നേരത്തെ MLA ആയിട്ടുള്ള ഒരാൾ, KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹം പറയാണ് നരേന്ദ്രമോദിയുടെ ഒരു ബൂത്തിൽ ഒരു സന്യാസി മഠത്തിൽ 50 ഒരേ പേരിൽ ഹെഡിൽ. പിന്നെ ഏത് ലോകത്താണ്? ഞാൻ പറയട്ടെ എന്നെ പറയാൻ സമ്മതിക്കൂ. ഇവിടെ കന്യാസ്ത്രീ മഠങ്ങളിലും ഞാൻ പറയട്ടെ, വ്യാജ വോട്ടല്ല, കന്യാസ്ത്രീ മഠങ്ങളിൽ ഞാൻ പറയട്ടെ, കന്യാസ്ത്രീ മഠങ്ങളിലും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോ, കന്യാസ്ത്രീ ആശ്രമങ്ങളിലും എല്ലാം 100 വോട്ടും 50 വോട്ടും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ശാന്തിഗിരി പോയാൽ നിങ്ങൾക്കറിയാം, അമൃതാനന്ദമായി പോയാൽ അറിയാം, തൃശ്ശൂർ ബിഷപ്പ് ഹൗസിന്റെ കീഴിലുള്ള കന്യാസ്ത്രീ മഠങ്ങളിൽ പോയാൽ നിങ്ങൾക്കറിയാം. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഇവിടെ ഉണ്ട്. വീട്ടമ്മ പറയുന്നത്, വീട്ടമ്മയെ കൊണ്ട് ഇപ്പൊ ആർക്ക് വേണേ എന്ത് വേണേ പറയിപ്പിക്കാം. ഞാൻ ചോദിക്കട്ടെ, ബീഹാറിൽ മരിച്ചു പറയുന്ന ഒരാളെ കൊണ്ട് സുപ്രീം കോടതിയിൽ ഇന്നലെ പോയിരിക്കുകയാണ് ആൾക്കാര്. സാർ വോട്ട് അല്ലല്ല ഒന്നുമല്ല വോട്ട്. ഞാൻ പറയട്ടെ ഇവിടെ BLO ഉണ്ടായിരുന്നു, എല്ലാ ഉദ്യോഗസ്ഥന്മാരും സർക്കാരിന്റെ ആൾക്കാരായിരുന്നു, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്തത് സർക്കാരിന്റെ ആൾക്കാരാണ്, പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളുമാണ്. അന്നൊന്നും ആക്ഷേപം ഉന്നയിക്കാത്ത ആൾക്കാര് സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച സുരേഷ് ഗോപി കള്ള വോട്ട് ചെയ്താണ് ജയിച്ചതെന്ന് പറയാനാണോ നിങ്ങൾ പറയുന്നത്? ആക്ഷേപം ഉന്നയിച്ചാൽ ഉണ്ടല്ലോ, പരാതിയല്ല സാർ, പരാതി നടപടി എടുക്കേണ്ടത് BJP അല്ലല്ലോ. അല്ല 30 സാർ, തെരഞ്ഞെടുപ്പിൽ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആരോപണവും ഇല്ല, ആവശ്യമില്ലെന്ന്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചലഞ്ച് ചെയ്യേണ്ടത് പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. ഞാൻ 89 വോട്ടിന് തോറ്റ ഒരു സ്ഥാനാർത്ഥിയാണ്, 89 വോട്ടിന് മാത്രം. അന്ന് 6000 കള്ള വോട്ടുകൾ എനിക്കെതിരെ അവിടെ നടന്നിട്ടുണ്ട്. ഞാൻ കോടതിയിൽ പോയി ഈ ബഹളമൊന്നും ഞാൻ വെച്ചില്ല. അതിൽ 80 പേര് ഞാൻ പ്രൂവ് ചെയ്തു. പക്ഷെ അദ്ദേഹം മരിച്ചുപോയി, എൻ്റെ എതിർ സ്ഥാനാർത്ഥി മരിച്ചുപോയി. ഞാൻ കേസ് വിഡ്രോ ചെയ്തു. ഇതാണ് രാഷ്ട്രീയത്തിൽ എല്ലാവരും ചെയ്യേണ്ടത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ, ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് പോവാൻ ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും പോയിട്ടുണ്ട്. സുരേഷ് ഗോപി പറയേണ്ട ആവശ്യമില്ലെന്ന്, ഒരു ആവശ്യമില്ല, പാർട്ടിയാണ് പറയേണ്ടത്. സുരേഷ് അല്ല, അത് കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും കാര്യത്തിലെല്ലാം പാർട്ടി സംസ്ഥാന അധ്യക്ഷനാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. MP-മാരെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. സുരേഷ് ഗോപിയെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സുരേഷ് ഗോപി മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടിയാണ്. അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മാത്രമാണ്. 1% പോലും അദ്ദേഹത്തിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സാധുവായിട്ടുള്ളതാണ്, 3/4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. എങ്കിലും ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകാമായിരുന്നു. കോടതി അത് പരിഗണിക്കട്ടെ. അല്ലല്ല, അതൊന്നും നിങ്ങൾ പറയണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ കരിയോല ഒഴിച്ചതേ, നിങ്ങളിപ്പോ കൈരളിയുടെ ആൾക്കാർ വന്ന് കരിയോല ഒഴിച്ചല്ലോ. ഞങ്ങൾക്ക് കരിയോല ഒഴിക്കണമെങ്കിൽ കേരളത്തിലെ 140 MLA-മാരുടെ ഓഫീസിലും കരിയോല ഒഴിക്കാം. കേരളത്തിലെ 20 ലോക്സഭാ അംഗങ്ങളുടെയും 9 രാജ്യസഭാ അംഗങ്ങളുടെയും ഓഫീസിലും കരിയോല ഒഴിക്കാൻ കഴിയുന്ന അത്രയും ശക്തമായിട്ടുള്ള പാർട്ടിയാണ് BJP. ഇത് കരിയോലൊഴിച്ച് BJP-യെ തകർക്കാം, സുരേഷ് ഗോപിയെ തകർക്കാം. ഞാൻ ഒരു കാര്യം ഒന്നുമല്ല, നിങ്ങൾ അതൊന്നും ഇവിടെ വേണ്ട, അതിനെപ്പറ്റി സംസാരിക്കണ്ട. അല്ല, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വലിയ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം ഇന്നലെ ഉണ്ടായി. ഒരു ജില്ലാ പ്രസിഡന്റ് തലയ്ക്ക് പുറകിൽ നടിക്കുകയാണ്. നിങ്ങൾക്കതൊരു വാർത്തയല്ല. നിങ്ങൾ ഈ UDF-ന്റെയും LDF-ന്റെയും പ്രചാരണങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഏറ്റുപിടിക്കുന്നത്? അല്ല, വാർത്ത കൊടുത്തതിന്റെ വാർത്ത വന്നു, അത് ലൈവ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതൊരു വലിയ മനുഷ്യാവകാശ ലംഘനമാണ്. ഒരാളുടെ ബാക്കിൽ തലക്കടിക്കാന്ന് പറഞ്ഞാലേ. അല്ല, ചോദിച്ചതിനെല്ലാം സുരേഷ് ഗോപിയോട് നിങ്ങൾ ചോദിക്കട്ടെ, എന്തിനെന്ന് ആ പരാതി പരിഗണിച്ച് പോലീസ് കേസെടുക്കട്ടെ. സുരേഷ് ഗോപിയെ ഒരു പെൺകുട്ടിയെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തല്ലേ?
നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കട്ടെ, ഏത് കേസിനാണ് ഞങ്ങൾ ഭയപ്പെട്ടിട്ടുള്ളത്? സുരേഷ് ഗോപി കോടതിയിൽ ഹാജരായില്ലേ? സുരേഷ് ഗോപി പോലീസ് സ്റ്റേഷൻ ചോദ്യം ചെയ്യാൻ പോയിട്ടില്ലേ? നിങ്ങൾ കേസ് കൊടുക്കുന്നേ. കൈരളിയുടെ ഉദ്ദേശം അതിന്റെ ആവശ്യമില്ലല്ലോ. പാർട്ടി ആ കാര്യം കൈകാര്യം ചെയ്തല്ലോ. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഛത്തീസ്ഗഡിൽ പോയി അവരെ ഇറക്കി കൊണ്ടുവന്നു. പിന്നെ സുരേഷ് ഗോപി എന്തിനാണ് വിളമ്പിച്ചത്? അല്ല, അതിന്റെ ആവശ്യമില്ല. അതിരൂപതയ്ക്ക് കാര്യമൊക്കെ ബോധ്യമുണ്ട്. അതിരൂപതയ്ക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ കുഴപ്പമുണ്ടാകാതിരുന്നാൽ മതി.